ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് അഡീനിയമാണ് കേട്ടോ. ഈ കാണുന്ന 2 വർഷം പഴക്കമുള്ള ഒരു അഡീനിയം ചെടിയാണ്. പല നിറങ്ങളിലായി ഏകദേശം വർഷം മുഴുവനും പൂക്കൾ വിരിയുന്ന നല്ലൊരു സസ്യ ഇനമാണ് അഡീനിയം. കൂടാതെ ഇവയെ പെട്ടെന്ന് തന്നെ ബോൺസായ് രൂപത്തിലാക്കി മാറ്റാനും കഴിയും. തൂവെള്ള നിറം മുതൽ ഒരുപാട് നിറങ്ങളിൽ പൂക്കൾ ഉണ്ടായി കാണുന്ന ഒരു നല്ല ചെടി. ചെടിയുടെ തണ്ടുകളുടെ അഗ്രഭാഗത്ത് കുലകളായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ചെടി നട്ട് 2 മുതൽ 3 വർഷത്തിനുള്ളിൽ തന്നെ സ്വാഭാവിക ബോൺസായ് ആകൃതി രൂപപ്പെടുന്നു എന്നതാണ് ഈ ചെടിയുടെ എടുത്തു പറയേണ്ട സവിശേഷത. വിത്തുകൾ വഴിയോ ഗ്രാഫ്റ്റിംഗ് വഴിയോ ഒക്കെ നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അഡീനിയത്തിൽ സ്വാഭാവിക പരാഗണം വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാളക്കൊമ്പിൻ്റെ ആകൃതിയിലുള്ള കായ്കളിൽ പാകമാകുമ്പോൾ വിത്തുകൾ നമുക്ക് ശേഖരിച്ചു തുടങ്ങാം. അങ്ങനെ വിത്തുകൾ വഴി മുളപ്പിച്ചെടുക്കുന്ന സസ്യങ്ങൾക്ക് മാതൃസസ്യത്തിൻ്റെ സ്വാഭാവിക ഗുണങ്ങൾ ചിലപ്പോൾ കാണാറില്ല. അത്തരം സസ്യങ്ങളിൽ സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് വഴി പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അഡീനിയത്തിന് പ്രധാനമായും ഉണ്ടാകുന്ന രോഗബാധയാണ് കടചീയൽ. വർഷകാലത്ത് 2 ആഴ്ചയിലൊരിക്കൽ 7 തുള്ളി ഇമിഡോക്ലോപ്രിഡ് അടങ്ങിയിട്ടുള്ള കീടനാശിനിയും 2 ഗ്രാം കോണ്ടഫ് കുമിൾനാശിനിയും 1 ലിറ്റർ വെള്ളത്തിൽ ലായനിയായിട്ട് തളിച്ചു കൊടുക്കുന്നത് കടചീയലിനും അതുപോലെയുള്ള മറ്റു രോഗങ്ങളും മാറുവാനായിട്ട് സഹായിക്കും. കുമിളുകൾ ഉണ്ടാക്കുന്ന ചീയൽ രോഗത്തിൻ്റെ ആദ്യ ലക്ഷണം ഇലകളിൽ കാണുന്ന മഞ്ഞ നിറമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ 3 ഗ്രാം ഇൻഡോഫിൽ 1 ലിറ്റർ വെള്ളത്തിൽ ലായനിയായിട്ട് 4 ദിവസത്തിലൊരിക്കലൊക്കെ തളിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. കൂടാതെ ഉണക്കിപ്പൊടിച്ച ആട്ടിൻ കാഷ്ടം, മീൻവളം, സ്റ്റെറാമിൽ എന്നിവയെല്ലാം അഡീനിയത്തിന് നൽകാവുന്ന നല്ല ജൈവവളങ്ങളാണ്. വളം മേൽമണ്ണുമായിട്ട് നല്ലതുപോലെ കൂട്ടിക്കലർത്തിയിട്ട് വേണം ചെടികളിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ട്. ഈ കാണുന്നത് ഇതിപ്പോൾ പൂവിട്ട് നിൽക്കുന്ന എൻ്റെ കയ്യിലുള്ള ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സെയിലിനായിട്ട് ഇട്ടിരിക്കുകയാണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഓർക്കിഡിൻ്റെ സെയിൽ കൂടി തുടങ്ങിയതോട് കൂടിയിട്ട് നല്ല തിരക്കാണ്. അപ്പം ഞാൻ ഒരാൾ മാത്രമാണ് ഇവിടെ വീഡിയോ എടുക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും ഓർഡർ എടുക്കാനും പാക്കിങ്ങിനൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ കഴിവതും എല്ലാവരും വാട്സപ്പിനകത്ത് മെസ്സേജ് അയയ്ക്കാം. എൻ്റെ ഫ്രീ ടൈം നോക്കുമ്പോൾ അതനുസരിച്ച് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.